ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്തെല്ലാമാണ്, അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ്, അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ്, അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ആർക്കേഞ്ചൽ മിഖായേൽ. ഓക്കെ, ഡെഫിനറ്റ്ലി അവർ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ്, മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ്. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ ആണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളോട് പോലും പറയാൻ കഴിയാത്ത അത്രയും സീക്രട്ട് ആയിട്ടുള്ള ചില ഒബ്സ്റ്റക്കിൾസ് ഈ റിലേഷൻഷിപ്പിലുണ്ട്. മേ ബി ഈ വ്യക്തി ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവാം. ഒരു സ്റ്റോം വാർണിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇത് മുന്നോട്ട് പോകുന്നതിൽ, അല്ലെങ്കിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് ഇത് മുന്നോട്ട് പോകുന്നതിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, അതിനേക്കാളും അപ്പുറത്ത് തന്നെ ഒരു വേദന ഈ വ്യക്തിയിൽ കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ ഹൃദയം കീറി മുറിച്ച പോലുള്ളൊരു വേദന അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ജന്മജന്മാന്തരങ്ങളായിട്ട് ഒരു ബന്ധം നിലനിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ രണ്ടുപേരും ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്ട്രഗിൾസ് ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് അവരെയോ അവർക്ക് നിങ്ങളെയോ മറക്കാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. ഓരോ നിമിഷവും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുകയാണ്. മേ ബി ഓൾറെഡി നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരുള്ളത്. കുറച്ച് പേരെങ്കിലും ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ എനർജിയിലുള്ള വ്യക്തികളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇത്രയും ഡിസ്റ്റൻസസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇത്രയും സ്ട്രഗിൾസ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത് എന്ന് കാണുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണെന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നൊരു മെസ്സേജ്. ബ്ലോസമിങ് അബൻഡൻസ് ആണ്. അതായത് നിങ്ങൾക്ക് രണ്ടുപേരും പരസ്പരം അത്രയും ആഴത്തിൽ രണ്ടുപേരും മനസ്സിലാക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, ഒരാളുടെ ഡ്രീമിലുള്ള ഒരു വ്യക്തിയാണ് മറ്റൊരാൾ. അതായത് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെ, നിങ്ങളുടെ സങ്കല്പത്തിലെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ നിന്നും എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഇവരെ മറക്കാനോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടുപോകാനോ കഴിയാത്തത്. അതിൻ്റെ റീസണാണ് നമുക്കിവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ടോട്ടൽ ക്ലാരിറ്റിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സമയത്ത്? ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നിട്ടും, എത്ര നാൾ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിരുന്നിട്ടും അവരുടെ മനസ്സിൽ നിന്നും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒട്ടും തന്നെ മാഞ്ഞിട്ടില്ല. നിങ്ങളോടുള്ള പ്രണയം അല്പം പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എക്സ്പെക്റ്റേഷനിലാണുള്ളത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട് എങ്കിൽ പോലും ആ വ്യക്തി ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങൾ പോലും അറിയാത്ത ഉള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട്. മേ ബി അതൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനിൻ ക്യാരക്ടർ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കാം. ഓക്കെ, മേ ബി ഈ വ്യക്തിയുടെ പേരൻസോ മദറോ ആയിരിക്കാം. ഓക്കെ,
അവരുടെ മനസ്സിന് അത്രയും ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് തന്നെ അത്രയും ഒരു പീസ് ലഭിച്ചത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലാണ്. സോ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പിൽ ഒരു മാജിക് തന്നെ സംഭവിക്കണം ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അവരുടെ ലൈഫിൽ അത്രയും മാജിക്കൽ ചേഞ്ച് കൊണ്ടുവന്നൊരു വ്യക്തി തന്നെയാണ് നിങ്ങളെന്നവരിപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അവർക്കും നിങ്ങൾക്കും ഇടയിൽ എന്ത് തന്നെ സാഹചര്യം ഉണ്ടായിരുന്നാലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമെന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ ഭാഗം എപ്പോഴും അവർ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവർ നിങ്ങളോട് തുറന്നു പറയാണ്. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനെയെല്ലാം എതിർത്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നതുമായിരിക്കാം. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു മാരേജിലേക്ക് എത്തണം, ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം അവർ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യണം എന്ന് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് മുന്നിൽ വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ളത്. എങ്കിലും അവർ തീർച്ചയായിട്ടും അടുത്ത നിമിഷങ്ങളിൽ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്യുമെന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് തവണ അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് കിട്ടിയൊരു തിരിച്ചറിവെന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ ഒഴിവാക്കി കളയാൻ പറ്റിയൊരു റിലേഷൻഷിപ്പ് അല്ല ഇത് എന്നുള്ളതാണ്. ആൻഡ് ദെൻ യെസ്, തീർച്ചയായിട്ടും അവരൊരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിലാണ് എന്നുള്ള കാര്യമാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ യെസ്, ഈ ഒരു പ്രണയത്തെ അവർ അത്രയും പരിശുദ്ധമായി കാണുന്നുണ്ട്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. സോ ഒരിക്കലും നിങ്ങളെ ഒന്നിനു വേണ്ടി നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മെസ്സേജാണ്. And when I met you, my life completely changed. I don't wish to lose you. നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ പോലുള്ളൊരു വ്യക്തിയെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, അവർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങളെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. അവർ നിങ്ങളോട് ചെയ്തത് ചിലപ്പോൾ തെറ്റുകളായിരിക്കാം. അതെല്ലാം അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ്. അവരിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ. അവരെ അത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. ഐ ക്യാൻ ഫീൽ യുവർ ലവ്. നിങ്ങളുടെ പ്രണയം ഇപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗദർ. ഓക്കെ, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീകൺസിലേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വിൽ കോൾ യു സൂൺ. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് യു ആർ മൈ സോൾമേറ്റ്. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണെന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ, നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്ന് പോലും അവർ ഡൗട്ട് ചെയ്യുന്നുണ്ട്, അവർ ഭയക്കുന്നുണ്ട്. അത്രത്തോളം ഒരു തെറ്റ് അവർ നിങ്ങളോട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, അവരുടെ ഫീലിങ്സ് എല്ലാം തന്നെ അവർ നിങ്ങൾക്ക് മുന്നിൽ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എത്രത്തോളമാണ് വേദനിക്കുന്നത്, എത്രത്തോളമാണ് അവരുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരിപ്പോഴും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. മേ ബി അവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ ഇമോഷൻസും അവർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. നമ്പർ 30, 34, 19, നമ്പർ 6, 35, 42, 43, 49, 19, 16, 26, 21, 29, 22, number 4, 24, number 3, number 36, 48, 51, 60, 54, number 15, 39, 40, 70. ഓക്കെ, ഈ നമ്പേഴ്സിനെല്ലാം എന്തോ ഒരു കണക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ കാണുന്നുണ്ട്. അതുപോലെ ഹെയറിലും പ്രത്യേകതയുള്ള വ്യക്തികളാണ് ഇവർ.
ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. എബ്രോഡ് ആയിരിക്കാം. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ വ്യക്തി നിങ്ങളും തമ്മിൽ ഒരുപാട് ദൂരം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏജ് ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ ഒരുപാട്. ആൻഡ് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക. റെഡ് റോസസ് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിരിക്കാം. സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഓൾറെഡി അവർ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഈ വ്യക്തി ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഡാൻസേഴ്സോ റൈറ്റേഴ്സോ അതുപോലെ ഡ്രോയിങ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിരിക്കാം. ആർട്ട് വർക്കുകൾ ചെയ്യുന്നവരായിരിക്കാം. ഫിലിം ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം. ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ ജോബ് ഉള്ള വ്യക്തികളുണ്ട്. പെട്ടെന്ന് സെൻസിറ്റീവായി പോകുന്ന, പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്ന, ഇമോഷണലായി പോകുന്നൊരു ക്യാരക്ടറായിട്ടുള്ള വ്യക്തികളുണ്ട്. എപ്പോഴും പല കാര്യങ്ങളിലും സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കാം. ടെമ്പേർഡ് ആണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന, അതുപോലെ തന്നെ പെട്ടെന്ന് ശാന്തരാകുന്ന ക്യാരക്ടറുമായിരിക്കാം. കളറ് സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ പർപ്പിൾ കളർ, പിങ്ക് കളർ, വൈറ്റ് കളർ, ബ്ലാക്ക് കളർ, റെഡ് കളർ, ഈ കളേഴ്സൊക്കെ ഫേവററ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവാം. ബ്ലൂ കളർ ഓൾസോ. ക്യാൻസർ, ലിബ്ര, ജെമിനി, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, അക്വേറിയസ് എന്നീ സോഡിയാക് സൈനിലുള്ള വ്യക്തികളുണ്ട്. ഒരു ടീച്ചർ ആയിരിക്കാം. ഹീലർ ആയിരിക്കാം. ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സസ്, ഡോക്ടേഴ്സ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ടെക്നീഷ്യൻസ് ആയിരിക്കാം. ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.